നമസ്കാരം. റീജ ലേണിംഗ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ 30 ഡേയ്സ് ഹിന്ദി സ്പീക്കിംഗ് ചലഞ്ചിന്റെ ആദ്യ ദിവസമാണ്. ഹിന്ദി ഒട്ടും അറിയാത്തവർക്കും മനസ്സിലാക്കാൻ പറ്റുമെങ്കിലും തിരിച്ച് സംസാരിക്കാൻ മടിയുള്ളവർക്കും അതുപോലെ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും വേണ്ടിയാണ് ഈ സീരീസ് തുടങ്ങുന്നത്. അടുത്ത 30 ദിവസം നമ്മൾ ഒന്നിച്ച് പഠിക്കാൻ പോവുകയാണ്. ഓരോ ദിവസവും ചെറിയ കാര്യങ്ങൾ പഠിച്ച് ഈ മാസം തീരുമ്പോൾ നമുക്ക് ആത്മവിശ്വാസത്തോടെ ഹിന്ദി സംസാരിക്കാം. ഓക്കെ, നമ്മൾ ഒരാളെ കാണുമ്പോൾ ആദ്യം എന്താണ് പറയുക? മലയാളത്തിൽ നമസ്കാരം എന്ന് പറയുന്നത് പോലെ ഹിന്ദിയിലും പറയാം. നമസ്തേ അല്ലെങ്കിൽ നമസ്കാർ. മലയാളത്തിൽ എന്താ അർത്ഥം? നമസ്കാരം. അപ്പൊ ആദ്യം എന്താ പറയാ? നമസ്തേ അല്ലെങ്കിൽ നമസ്കാർ. ഓക്കെ, ഒരാളെ കാണുമ്പോൾ ആദ്യം പറയേണ്ട വാക്ക് നമസ്തേ. പ്രായമധ്യേന എല്ലാവരോടും ഇത് ഉപയോഗിക്കാം. നമസ്കാർ കുറച്ചുകൂടി ബഹുമാനം പൂർവ്വം അല്ലെങ്കിൽ റെസ്പെക്ട് കൊടുത്ത് സംസാരിക്കുമ്പോൾ ഉപയോഗിക്കുന്നു. ഏത്? നമസ്കാർ. ഓക്കെ, ശുഭ് പ്രഭാത്. എന്താ അർത്ഥം? സുപ്രഭാതം. ശുഭ് പ്രഭാത്. രാവിലെ ഒരാളെ കാണുമ്പോൾ ആശംസകൾ നേരാൻ ഇത് ഉപയോഗിക്കാം. ശുഭ് എന്നാൽ നല്ലത് എന്നും പ്രഭാത് എന്നാൽ പ്രഭാതം എന്നുമാണ് അർത്ഥം. ധന്യവാദ്, നന്ദി. ധന്യവാദ്, നന്ദി. ആരെങ്കിലും നമുക്കൊരു സഹായം ചെയ്താലോ ഉപകാരം ചെയ്താലോ തിരിച്ചു പറയേണ്ട വാക്കാണ് ധന്യവാദ്. ഓക്കെ, ആദ്യം ഒരാളെ കാണുമ്പോൾ നമ്മൾ എന്താ പറയാ? നമസ്തേ അല്ലെങ്കിൽ നമസ്കാർ. രാവിലെ ശുഭ് പ്രഭാത്. ഒരു ഹെൽപ്പ് സഹായം ചെയ്താൽ നമ്മൾ എന്ത് പറയും? ധന്യവാദ്. ഓക്കെ, ഇനി നമുക്ക് പരിചയപ്പെടല്, ഇൻട്രൊഡക്ഷൻ, ഒരു ചെറിയ പരിചയപ്പെടല്. മേരാ നാം റീജ ഹേ. എന്താ? അവിടെ ബ്രാക്കറ്റിൽ നിങ്ങളുടെ പേരാണ്. മേരാനാം കഴിഞ്ഞ് അവിടെ നിങ്ങളുടെ പേര് ചേർക്കുക. ഹേ, എന്റെ പേര് റീജ എന്നാണ്. വിശദീകരണം നോക്കിയേ. നിങ്ങളുടെ പേര് പറയാൻ ഈ വാചകം ഉപയോഗിക്കുക. മേര എന്നാൽ എന്റെ എന്നും നാം എന്ന പേര് എന്നുമാണ് അർത്ഥം. മേരാ നാം റീജ ഹേ, എന്റെ പേര് റീജയാണ്. ഓക്കെ, ക്ലിയർ അല്ലേ? എവിടെ നിന്നാണെന്ന് പറയാം. എങ്ങനെ പറയാം? ടോക്കിംഗ് അബൌട്ട് ലൊക്കേഷൻ. നമ്മൾ എവിടെ നിന്നാണെന്ന് എങ്ങനെ പറയാം? മേ കേരൾ സേ ഹും. ഞാൻ കേരളത്തിൽ നിന്നുമാണ്. മേ കേരൾ സേ ഹും. ഞാൻ കേരളത്തിൽ നിന്നുമാണ്. ഇവിടെ മേ എന്നാൽ ഞാൻ എന്നും സേ എന്നാൽ നിന്നു ഫ്രം എന്നുമാണ് അർത്ഥം. മേ കേരൾ സേ ഹും. ഞാൻ കേരളത്തിൽ നിന്നുമാണ്. ഓക്കെ, ക്ലിയർ അല്ലേ? അടുത്തത് എന്ത് ചെയ്യുന്നു എന്ന് പറയാൻ. ടോക്കിംഗ് അബൌട്ട് പ്രൊഫഷൻ, നമ്മളുടെ ജോലി, തൊഴിൽ. മേക്ക് അധ്യാപികാഹും. ഞാനൊരു അധ്യാപികയാണ്. മേക്ക് അധ്യാപികാഹു. ഇവിടെ ഡോക്ടർ ആണെങ്കിൽ എങ്ങനെ പറയാം? മേക്ക് ഡോക്ടർ ഹും. ഞാനൊരു ഡോക്ടറാണ്. ഹിന്ദിയിൽ ഒരാൾ തന്റെ തൊഴിൽ പറയുമ്പോൾ മേക്ക് പറഞ്ഞിട്ട് നമുക്ക് അവിടെ തൊഴിൽ പറയാം. ലാസ്റ്റിൽ ഹൂം എന്ന് ഉപയോഗിക്കാം. മേക്ക് ഡോക്ടർ ഹും, മേക്ക് എഞ്ചിനീയർ ഹും, മേക്ക് ടീച്ചർ ഹും. ഓക്കെ, ക്ലിയർ അല്ലേ? ആപ്സെ മിൽക്കർ ഖുഷി ഹുയി. നിങ്ങളെ കണ്ടതിൽ സന്തോഷം. നമ്മൾ ഒരാളോട് സംസാരിച്ചവർ നിങ്ങളോട് സംസാരിച്ചതിൽ വളരെ സന്തോഷം, അല്ലെങ്കിൽ നിങ്ങൾ ഇന്ന് കണ്ടതിൽ വളരെ സന്തോഷം. എങ്ങനെ പറയാ? ആപ്സെ മിൽക്കർ ഖുഷി ഹുയി. ആപ്സെ എന്നാൽ നിങ്ങളെ, മിൽക്കർ എന്നാൽ കണ്ടതിൽ അല്ലെങ്കിൽ സംസാരിച്ചതിൽ, ഖുഷി ഹുയി എന്നാൽ സന്തോഷമായി എന്നാണ് അർത്ഥം. ആപ്സെ മിൽക്കർ ഖുഷി ഹുയി. ഓക്കെ, ഇന്നത്തെ ഈ ചെറിയ പാഠം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമ്മൾ പഠിച്ച ഈ ഓരോ വാക്കുകൾ വെറും വാക്കല്ല, ഒരാളോട് ഹിന്ദി സംസാരിക്കാൻ നമ്മൾക്ക് ധൈര്യം നൽകുന്ന ആദ്യത്തെ ചുവടുവെപ്പാണ്. ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുടെ ടാസ്ക് നിങ്ങൾ ആരാണെന്നും എവിടെ നിന്നാണെന്നും താഴെ കമന്റ് ചെയ്യാം. ഓരോ കമന്റും ഞാൻ വായിക്കും. അവിടെ വെച്ച് നമുക്ക് പരിചയപ്പെടാം. അതുപോലെ നിങ്ങളുടെ സപ്പോർട്ടാണ് എൻ്റെ കരുത്ത്. ഓക്കെ, വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. ബൈ.